ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫോഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് തെസ്റ്റ് ആൻഡ് പ്രഷർ എന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണാറുണ്ട്, പലരും സ്കൂളിൽ പോകുന്നത് 2 സൈഡ്സ് ബാഗ് യൂസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ടായിരിക്കും 2 സൈഡ് ബാഗ്സ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1 സൈഡ് ബാഗിനേക്കാൾ കൂടുതൽ കംഫർട്ടായിട്ട് നമുക്ക് തോന്നാറ് 2 സൈഡ് ബാഗാണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മളിപ്പം വലിയ യാത്രകളൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ 2 സൈഡ് ബാഗ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഷോൾഡർ പെയിന് ചില സമയത്ത് നമുക്ക് 1 സൈഡ് ബാഗ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ 2 സൈഡ് ബാഗ് തന്നെ 1 സൈഡ് ഇടുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഷോൾഡർ പെയിനൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു റീസൺ? അതുപോലെ നമ്മുടെ ഫാമേഴ്സൊക്കെ ട്രാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ട്രാക്ടർ തന്നെ യൂസ് ചെയ്യാൻ കാരണം? ആ ട്രാക്ടറിൻ്റെ ടയറിൻ്റെ ഷേപ്പ് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളത്? അതുപോലെ ഡെസേർട്ടിൽ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമൽസിനെയാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാറ്. എന്തുകൊണ്ടായിരിക്കും ക്യാമലിനെ തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ? മറ്റുള്ള ആനിമൽസിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് ക്യാമലിനുള്ളത്? അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രിപ്പ്. നമ്മൾ ഈ ഒരു ഹൈ ഹീൽ യൂസ് ചെയ്തിട്ട് വാക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രിപ്പ് അധികവും നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നത്? ഇതിനുള്ള ഒക്കെ ഉത്തരം ഈ ഒരു വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇത്തരത്തിലുള്ള കുറേ എക്സാമ്പിൾസ് നൽകിയിരിക്കുന്നത്? ഇതിനുള്ള റീസൺ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ത്രസ്റ്റ് ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിന് ബിഹൈൻഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ എന്താണ്, ത്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൂസ് സാൻഡിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? അതായത് മണലിൽ കുറച്ച് താഴോട്ടേക്ക് നമ്മുടെ കാലുകൾ കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു സർഫസിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് എത്രയായിരിക്കും? ഇപ്പം ഈ ഒരു ബോയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 600 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സർഫസിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് എത്രയായിരിക്കും? 600 ന്യൂട്ടൺ തന്നെയായിരിക്കില്ലേ? ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ത്രസ്റ്റ് എത്രയായിരിക്കും? 600 ന്യൂട്ടൺ തന്നെയായിരിക്കില്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്? സാധാരണ വെയിറ്റ് നമ്മൾ കിലോഗ്രാമിലല്ലേ പറയുക എന്ന് ചോദിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഫോഴ്സ് വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണിലാണ് പറയുക. സാധാരണ നമ്മൾ kgയിലാണ് പറയാറ്. യഥാർത്ഥത്തിൽ kgയിലല്ല നമ്മൾ പറയേണ്ടത്, ന്യൂട്ടണിൽ തന്നെയാണ് പറയേണ്ടത്. kg എന്ന് പറയുന്നത് മാസാണ്. ഈ ഒരു ബോയുടെ കാലുകൾ ഉള്ളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോയുടെ വെയിറ്റ് കാരണമാണ്. അതായത് ആ ഫീറ്റ് നമ്മുടെ ഈ ഒരു സർഫസിലേക്ക്, അതായത് ലൂസ് സാൻഡിൽ വെക്കുന്ന സമയത്ത് താഴോട്ടേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെയിറ്റ് ആണ്. ത്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും. ഈ ഒരു ബോയുടെ വെയിറ്റ് ആണ് പെർപെൻഡിക്കുലറായിട്ട് സർഫസിന് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ത്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോയുടെ വെയിറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ത്രസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. വെൻ
ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ദെൻ ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ത്രസ്റ്റ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നമ്മൾ ത്രസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോഴ്സസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രസ്റ്റിനെ പറ്റിയാണ്. ത്രസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഫോഴ്സ് തന്നെയാണ്. ഫോഴ്സ് പല സിറ്റുവേഷനിൽ പല രീതിയിലാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫോഴ്സിന് നമ്മൾ പലതരം നെയിമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ത്രസ്റ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ ഏതോ രീതിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിച്ചു. അപ്പോൾ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലറായി അല്ലെങ്കിൽ നോർമലായി ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിൻ്റെ ആകെ സമ്മിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താണ്? നമ്മളിപ്പം പഠിച്ചു ഒരു സർഫസിന് നോർമലായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുക എന്നുള്ള കാര്യം നമ്മളിപ്പം പഠിച്ചു. അപ്പം കൂടുതൽ എക്സാമ്പിൾസിലൂടെ ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ ത്രസ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇതൊരു സർഫസ് ആണെങ്കിൽ ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ത്രസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്. അപ്പോൾ ത്രസ്റ്റിൻ്റെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂട്ടനാണ്. അതായത് ത്രസ്റ്റ് എന്ന് പറയുന്നതും ഫോഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഫോഴ്സിൻ്റെ അതേ SI യൂണിറ്റ് തന്നെയാണ് ത്രസ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ട് കേസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ മണലിൽ നിൽക്കുന്ന സമയത്തും ഒരാൾ മണലിൽ കിടക്കുന്ന സമയത്തും അവിടെ അനുഭവപ്പെടുന്ന ത്രസ്റ്റ് സെയിം ആണോ? അതായത് നമ്മളൊരു ലൂസ് ഹാൻഡിൽ സ്റ്റാൻഡ് ചെയ്യുന്നതും അതുപോലെ കിടക്കുന്നതും സെയിം എഫക്റ്റ് ആണോ ഉണ്ടാവുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ രണ്ടിടത്തും ത്രസ്റ്റ് ഒന്ന് തന്നെയായിരിക്കും. എന്താണ്? രണ്ടാളുടെയും വെയിറ്റ് ഒന്ന് തന്നെയാണ്. അതായത് സെയിം ആൾ തന്നെയാണ് നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ലേ? അതായത് ഇവിടെ നമ്മൾ ത്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ബോഡിയുടെ വെയിറ്റ് അല്ലേ? അപ്പോൾ ഈ ബോഡിയുടെ വെയിറ്റ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അപ്പോൾ മണലിൽ നിൽക്കുമ്പോൾ മണലിലേക്ക് കാല് കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. സെയിം ആൾ മണലിൽ കിടക്കുമ്പോൾ ചെറിയ തോതിൽ മാത്രമാണ് കുഴിഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു വ്യത്യാസം വരുന്നത്? താഴേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സും രണ്ട് തരത്തിലാണ്. താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് രണ്ട് കേസിലും സെയിം തന്നെയാണ്. അത് ഈ ഒരു വ്യക്തിയുടെ വെയിറ്റ് ആണ്. ആദ്യത്തെ കേസിൽ നല്ല രീതിയിൽ കുഴിഞ്ഞു പോവുകയും രണ്ടാമത്തെ കേസിൽ അതേ ആൾ തന്നെ കിടക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ കേസിലുള്ള അത്ര ഇത് കുഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ എഫക്റ്റിലാണ് വ്യത്യാസം വരുന്നത്. ഫസ്റ്റ് കേസിൽ കൂടുതൽ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കൂടുതലായിട്ട് കുഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ ഫോഴ്സ് അവിടെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അതായത് ഫോഴ്സ് ഓഫ് എഫക്റ്റ് അവിടെ കൂടുതലാണ്. രണ്ടാമത്തെ കേസിൽ എന്താണ്? ഫോഴ്സ് ഓഫ് എഫക്റ്റ് കുറവാണ് ഫസ്റ്റ് കേസിനെ അപേക്ഷിച്ചിട്ട്. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന കോണ്ടാക്ട് ഏരിയയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? കോണ്ടാക്ട് ഏരിയയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ? സ്മോൾ കോണ്ടാക്ട് ഏരിയ ആണ്. സർഫസും ഇയാളും തമ്മിലുള്ള കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇവിടെ എന്താണ്? കോണ്ടാക്ട് ഏരിയ കൂടുതലാണ്. അപ്പോൾ കോണ്ടാക്ട് ഏരിയ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? കോണ്ടാക്ട് ഏരിയ കൂടുന്ന സമയത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് കുറവ് മതി. കോണ്ടാക്ട് ഏരിയ കുറയുമ്പോൾ ഫോഴ്സ് കൂടുതലായിരിക്കും വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ത്രസ്റ്റ് എന്താണെന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അതായത് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ത്രസ്റ്റ് എന്നുള്ള കാര്യം നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കി ത്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ കോണ്ടാക്ട് ഏരിയ
കുറയുമ്പോൾ എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുമെന്നുള്ളൂ. അതായത് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഇവിടെ കൂടുതലായിരിക്കും. കോണ്ടാക്ട് ഏരിയ കുറയുന്നിടത്ത് എന്താണ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലും, കോണ്ടാക്ട് ഏരിയ കൂടുതലുള്ളിടത്ത് എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചു. അപ്പം പ്രഷറിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് വരിക? അതായത് ഈ രണ്ട് കേസിലും പ്രഷർ ഇല്ലേ? പ്രഷർ എന്ന് പറയുന്നതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ഏരിയ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടും. ഇവിടെ എന്താണ്, കോണ്ടാക്ട് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. ഈ രണ്ട് കേസിലും ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു സ്മോൾ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അതായത് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു യൂണിറ്റ് ഏരിയയിൽ, ഒരു കുഞ്ഞു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രഷറിനെ എന്ത് പറയാം, ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞൂടെ? പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ത്രസ്റ്റ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ ഓഫ് ദ ബോഡി. അതായത് സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. SI യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ ഇതുപോലെ ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ ഫോഴ്സ് വന്നിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നോർമൽ ടു ദ സർഫസ് ആണ്. ദ ഡയറക്ഷൻ ഓഫ് പ്രഷർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ ഓഫ് ദ ബോഡി. ബോഡിയുടെ സർഫസ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രഷർ. അതായത് പ്രഷറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ ഓഫ് ദ ബോഡി. ബോഡിയുടെ സർഫസ് ഏരിയയ്ക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും പ്രഷറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒരു വാളിൽ ഇതുപോലെ ഫോഴ്സ് കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വാളിൽ 10K ന്യൂട്ടൺ കൊടുത്തു എന്ന് വിചാരിച്ചു. ആ ഒരു ഫോഴ്സ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അവിടെ അനുഭവിക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 10 ന്യൂട്ടൺ ആണ്. അതായത് അവിടുത്തെ ത്രസ്റ്റാണ് ഈ ഒരു 10 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ത്രസ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ഒരു ഫോഴ്സാണ്. അപ്പോൾ അതെന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. ഫോഴ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്, അതായത് ഫോഴ്സിൻ്റെ അതേ SI യൂണിറ്റ് തന്നെയാണ് ത്രസ്റ്റിന് ഉണ്ടാവുക. അതായത് ന്യൂട്ടൺ എന്ന SI യൂണിറ്റാണ് ത്രസ്റ്റിനും ഉണ്ടാവുക. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്, ത്രസ്റ്റ് എന്താണെന്നും പ്രഷർ എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സർഫസ് ഈസ് ത്രസ്റ്റ്. ഒരു സർഫസിന് അനുഭവപ്പെടുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് പ്രഷർ, പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് നമ്മൾ പാസ്കൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ പ്രഷറിൻ്റെ യൂണിറ്റിനെ നമ്മൾ പാസ്കൽ വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ലാർജർ ഏരിയ എക്സേർട്ട് എ സ്മോളർ പ്രഷർ. ലാർജർ ഏരിയയിൽ സ്മോളർ പ്രഷറും വൈൽ ഫോഴ്സ് ആക്ടിങ് ഓൺ സ്മോളർ ഏരിയ എക്സേർട്സ് ലാർജർ പ്രഷർ. അതായത് കോണ്ടാക്ട് ഏരിയ കൂടിയെടുത്ത് സ്മോളർ പ്രഷറും കോണ്ടാക്ട് ഏരിയ കുറഞ്ഞെടുത്ത് പ്രഷർ കൂടുതലുമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പ്രഷറിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രഷർ കൂടുമ്പോൾ ഫോഴ്സിന് എന്താണ് സംഭവിക്കുക? പ്രഷർ കൂടുമ്പോൾ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ ആ ഒരു മാന് നിൽക്കുന്ന ഒരു എക്സാമ്പിളും അതുപോലെ മാന് കിടക്കുന്ന ആ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി എഴുതുന്നു. ആ ഒരു ടൈമിൽ ഫോഴ്സ് നിൽക്കുന്ന സമയത്താണ് ഫോഴ്സ് കൂടുതൽ. ആ ഒരു ടൈമിൽ പ്രഷർ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുപോലെ ഫോഴ്സ് കുറയുമ്പോൾ കിടക്കുന്ന സമയത്ത് ഫോഴ്സ് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടില്ല.
അപ്പോൾ അവിടെ ഫോഴ്സ് കുറഞ്ഞപ്പോൾ അവിടെ പ്രഷറും കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് കോണ്ടാക്ട് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തേക്കും. കോണ്ടാക്ട് ഏരിയ കുറവുള്ളിടത്ത് പ്രഷർ കൂടുതലും, കോണ്ടാക്ട് ഏരിയ കൂടുതലുള്ളിടത്ത് പ്രഷർ കുറവുമായിരിക്കും. അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഫോഴ്സും പ്രഷറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രഷറും ഏരിയയും തമ്മിലുള്ള റിലേഷൻ. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏരിയ ഡിക്രീസ് ആവും. അതായത് കോണ്ടാക്ട് ഏരിയ കുറഞ്ഞെടുത്ത് പ്രഷർ കൂടുതലും, കോണ്ടാക്ട് ഏരിയ കൂടുതലുള്ളിടത്ത് പ്രഷർ കുറവുമാണ് ഉണ്ടാവുക. നമ്മൾ സ്കൂൾ ബാഗിൻ്റെയൊക്കെ സ്ട്രാപ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലാർജർ സർഫസ് ഏരിയ ആകുമ്പോൾ കുറഞ്ഞ പ്രഷർ കൊടുത്താൽ മതി. അപ്പോൾ സ്കൂൾ ബാഗിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ ബോർഡർ സ്ട്രാപ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെസ് പ്രഷറാണ് അനുഭവപ്പെടുക. നമ്മൾ ഈ ബുക്സൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാനൊക്കെ ഇത് വളരെയേറെ എളുപ്പത്തിലാവും. അതായത് ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷോൾഡറും ഇതും തമ്മിലുള്ള കോണ്ടാക്റ്റ് കൂടുകയും, കോണ്ടാക്റ്റ് കൂടുമ്പോൾ പ്രഷർ കുറയും. കോണ്ടാക്റ്റ് ഏരിയയും പ്രഷറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കോണ്ടാക്റ്റ് ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. ഇവിടെ കോണ്ടാക്റ്റ് ഏരിയ കൂടുന്നത് കൊണ്ട് പ്രഷർ കുറയും. അപ്പോൾ നമുക്ക് വേഗത്തിൽ ബുക്സ് ഒക്കെ ബാഗിൽ ക്യാരി ചെയ്യാനൊക്കെ ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളാവും. ഹൈ ഹീൽസ് ഇട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു സാൻഡി ഫ്ലോറിലൊക്കെ, അതായത് മണൽത്തരികളിലൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്താണ് കാരണം? പ്രഷർ എന്ന് പറയുന്നത് ഏരിയ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഹൈ ഹീൽസ് ഇട്ട് നമ്മൾ സാൻഡിലൂടെ നടക്കുകയാണെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് ഏരിയ കുറയും. കോണ്ടാക്ട് ഏരിയ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ നമുക്ക് സാൻഡിലൂടെ വാക്ക് ചെയ്യാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതാണ് അവിടെ നടക്കുന്നത്. അതായത് ഹീൽസ് എന്ന് പറയുന്നത് ഷാർപ്പാണ്. ആ ഒരു ഷാർപ്പ്നെസ് കൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരികയും അത് നമ്മൾ വളരെ ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് വാക്ക് ചെയ്യാനോ ഇതാക്കാനൊക്കെ. നമ്മളിപ്പം സാൻഡി ഫ്ലോറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ഷൂസ് തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയേറെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ വെയിറ്റ് മുഴുവൻ ഈ ഒരു സർഫസിൽ, ആ ഒരു സാൻഡി ഫ്ലോറിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റ് ഹീല് വെച്ചിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രഷർ അവിടെ ആ ഒരു സർഫസിൽ അനുഭവപ്പെടുകയും വേഗത്തിൽ ഈ ഒരു സാൻഡിൽ കുഴിഞ്ഞു പോകുന്നതായിട്ട്, അതായത് മണലിലേക്ക് കുഴിഞ്ഞിറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഡാംസിലെല്ലാം വളരെ വൈഡായിട്ടുള്ള ബേസാണ് കാണാൻ സാധിക്കുക. പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അതുകൊണ്ട് ആണ് ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ഈ ഡാംസിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് വളരെ വൈഡാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രഷർ കുറയാൻ വേണ്ടിയിട്ടാണ്. ഹൈ പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാമിനൊക്കെ ബ്രേക്കേജസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഡ് ബേസ് ആയിട്ട് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ക്യാമൽസ് നമ്മൾ പറഞ്ഞു സാൻഡ്സിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡെസേർട്ടിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ടിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ലാർജർ ഏരിയ ആണെങ്കിൽ ലോ പ്രഷറാണ് അവിടെ ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാമൽസിനൊക്കെ വേഗത്തിൽ ഈ ഒരു സാൻഡ് ഏരിയയിലൊക്കെ വേഗത്തിൽ വാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഈ ഒരു ലെഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലെഗിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്
ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്, ബാക്കിയുള്ള ആനിമൽസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെഗ് പാറ്റേൺ ആണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ അതിന് ലാർജർ ഏരിയ ആണ് അതിൻ്റെ ആ ഒരു ലെഗിന് വരുന്നത്. അപ്പോൾ അവിടെ കുറഞ്ഞ പ്രഷർ മാത്രം ആണ് അനുഭവപ്പെടുള്ളൂ. അതാണ് കാരണം. അതായത് ദ ഫീറ്റ് ഓഫ് എ ക്യാമൽ ആർ ലാർജ്. ക്യാമലിൻ്റെ കാൽപാദങ്ങൾ എന്ന് പറയുന്നത് ലാർജാണ്. അതിൻ്റെ ബോഡിയും ഇതും കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ലെഗ് പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തപ്പെട്ടിട്ടാണ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ലോവർ പ്രഷറാണ്, അതായത് ഏരിയ കൂടുമ്പോൾ എന്താണ് പ്രഷർ കുറവ് മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ക്യാമൽസിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നൈഫിന് 2 എഡ്ജസ് ആണുള്ളത്, ഒരു കട്ടിങ് എഡ്ജും ബ്ലെൻഡ് എഡ്ജും. അപ്പോൾ ഈ ഒരു എഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു എഡ്ജിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ ഷാർപ്പായിരിക്കും. ആ ഒരു ഷാർപ്നെസ് കൊണ്ട് തന്നെ നമുക്ക്, അതായത് ഇവിടെ ലെസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ് വരുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു നൈഫ് എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ നൈസായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ ലെസ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കുറഞ്ഞ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു നൈഫിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഏരിയയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ഏരിയ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബ്രിക്കിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ബ്രിക്ക് ഈ രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ എവിടെയാണ് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക? ഇവിടെ ത്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരിക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ ആ ഒരു മാന് സാഡിൽ നിൽക്കുന്നതും കിടക്കുന്നതുമായിട്ടുള്ള 2 എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ത്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം നല്ല രീതിയിൽ പഠിച്ചു. അതുപോലെ കുറേ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പഠിച്ചു ത്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇവിടെ ത്രസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ ആക്ട് ചെയ്യുന്ന വെയിറ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അതായത് ഇവിടെയുള്ള ഈ 3 ബ്രിക്കിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് ത്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള പ്രഷറിൻ്റെ വ്യത്യാസം എന്തായിരിക്കും? ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. എന്താണ് കാരണം? ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കുറവാണ്. ഏരിയ ഓഫ് കോണ്ടാക്റ്റും പ്രഷറും എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്ട് കുറഞ്ഞതുകൊണ്ട് പ്രഷർ കൂടുതലായിരിക്കും. ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രഷർ കുറവായിരിക്കും. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ, അതായത് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും അതുപോലെ ഈ ഒരു രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്താലും പ്രഷർ അനുഭവപ്പെടുക ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുന്നത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ടാങ്കിന് ഈസിലി ആയിട്ട് നമ്മൾ സാൻഡിലും മഡിലൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ യുദ്ധത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന് യൂസ് ചെയ്യുന്ന ഒരു ട്രാക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ വീൽസിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ലാർജ് സർഫസ് ഏരിയ ഉള്ള വീൽസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ടാങ്കിന് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീൽസ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സിങ്കിങ്ങും ഇല്ലാതെ, അതായത് ഈ മഡിലൊക്കെ നമ്മൾ ഈ ഒരു വെഹിക്കിൾ പോവുകയാണെങ്കിൽ അത് അവിടെ അമർന്നു പോവാതിരിക്കാനും, അതുപോലെ ഇതിൻ്റെ മേലെ ഒരുപാട് വെയിറ്റ് ഉണ്ട്, ആ ഒരു വെയിറ്റിനെ താങ്ങി നിർത്താനൊക്കെ ഇതുപോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് വേണം. അതായത് ഈ ഒരു വീൽസ് വലുതായി കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതായത് ലാർജ് സർഫസ് ഏരിയ ആണെങ്കിൽ പ്രഷർ കുറയും. ആ ഒരു പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീൽസ് വലുതാക്കുന്നത്. ഇത്തരത്തിൽ വീൽസ് വലുതാക്കുന്നതിലൂടെ സർഫസ് ഏരിയ
കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അഗ്രികൾച്ചർ പർപ്പസിനായിട്ട് നമ്മൾ മെയിൻലി ട്രാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ട്രാക്ടേഴ്സിൻ്റെ വീൽസ് ഇതുപോലെ വലുതായിട്ടുള്ളത്? അതായത് നമ്മൾ മഡ്ഡി ഫീൽഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വെഹിക്കിളാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രയോഗിക്കേണ്ട പ്രഷർ എന്ന് പറയുന്നത് കുറഞ്ഞ പ്രഷർ മതി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീൽസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ട്രാക്കറിൻ്റെ കൺസ്ട്രക്ഷനിൽ ഇത്തരത്തിലുള്ള വീൽസ് യൂസ് ചെയ്യാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.